മഴ ശക്തമായതോടെ വാഗമണിലെ സാഹസിക വിനോദങ്ങളെല്ലാം നിർത്തിവെച്ചു. വാഗമണിൽ മഴയ്ക്ക് പിന്നാലെ ഇറങ്ങുന്ന കോടമഞ്ഞിൽ കുളിക്കുന്നത് സഞ്ചാരികളെ ആനന്ദിപ്പിക്കുന്നു. മഞ്ഞും തണുപ്പും ആസ്വദിക്കാനെത്തുന്നവർ മാത്രമാണ് ഇപ്പോൾ വാഗമണിൽ എത്തുന്നത്. മഞ്ഞുകാലത്തിന്റെ വരവറിയിച്ച് കോടമഞ്ഞും തണുപ്പും കാഴ്ചകളും എത്തിത്തുടങ്ങിയതോടെ വാഗമണിലെത്തുന്ന സഞ്ചാരികൾക്ക് സ്വർഗീയ അനുഭൂതിയാണ് കൈവന്നിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലുള്ള വാഗമണിലെ ഉള്ളു തണുപ്പിക്കുന്ന കൂൾ കാലാവസ്ഥ തന്നെയാണ് ഹൈലൈറ്റ്. കോടമഞ്ഞും ചാറ്റമഴയും തണുത്ത കാറ്റും സഞ്ചാരികളെ ഈ മഴക്കാലം ആസ്വാദ്യകരമാക്കും. പ്രതികൂല കാലാവസ്ഥ ആസ്വദിക്കുന്നത് അപകടകരമാണെങ്കിലും വാഗമൺ സ്വർഗീയ അനുഭൂതിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാഹസിക സഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ഇഷ്ടപ്പെട്ട കേന്ദ്രമാണ് വാഗമൺ. സാഹസിക ഉദ്യാനത്തിലെ ചില്ലുപാലമാണ് ഏറ്റവും കൂടുതൽ ആകർഷണം. പ്രതികൂല കാലാവസ്ഥ സാഹസിക വിനോദങ്ങൾ നിർത്തിവെച്ചതും മാത്രമാണ് നിരാശ പകരുന്നത്. ഓടി ഓടി വരുന്ന മഞ്ഞിൻകൂട്ടം കാണാൻ തന്നെ രസമാണ്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന വാഗമൺ സൗന്ദര്യവതിയായ ഒരു യുവതിയായി മാറിയിരിക്കുന്നു. അത്യാവശ്യം മഞ്ഞാണ്. മഴ ഇന്ന് ഇച്ചിരി കുറവുണ്ട്. പിന്നെ തിരക്കൊന്നും അധികമില്ല. അഡ്വഞ്ചറുകളെല്ലാം നിർത്തിവെച്ചിരിക്കുവാണ്. അതിൻ്റെ തിരക്കുകളൊക്കെ കുറവുണ്ട്. സാഹസ്യ വിനോദങ്ങൾ ഒഴിച്ചാൽ വാഗമൺ ഏതൊരാളുടെയും മനം ഇപ്പോൾ കവർന്നിരിക്കുകയാണ്. കൂട്ടിയിടിച്ചാൽ കാണാത്ത രീതിയിൽ എത്തുന്ന കോടമഞ്ഞ് നമുക്കത്ര പ്രിയമല്ലെങ്കിലും സഞ്ചാരികൾക്ക് പ്രിയങ്കരം തന്നെ. ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയും തുടർന്നെത്തുന്ന കോടമഞ്ഞും മഞ്ഞിനെ അനുഗമിക്കുന്ന ചാറ്റമഴയെല്ലാം സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കും. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.